നരേന്ദ്രമോദി 2 മാസത്തിനുള്ളിൽ 7ാമത്തെ തവണയാണ് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ ക്യാമ്പയിനുമായി സന്ദർശിക്കുന്നത്. 2019 ലോക്സഭാ ഇലക്ഷനിലോ അതിനുശേഷം നടന്ന നിയമസഭാ ഇലക്ഷനിലോ BJPക്ക് ഒരു വിധത്തിലുള്ള നേട്ടവും തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ടും അടിക്കടി തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രചാരണത്തിന് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ വിദഗ്ധനായ പ്രശാന്ത് കിഷോർ ഒരു അഭിമുഖത്തിൽ ഇക്കാര്യം എടുത്തു പറയുകയുമുണ്ടായി. എന്തായിരിക്കും പ്രധാനമന്ത്രിയുടെ സജീവ ശ്രദ്ധ തമിഴ്നാട്ടിൽ പതിയാൻ കാരണം? വെസ്റ്റ് ബംഗാളും ബീഹാറും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭ സീറ്റുകളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. 39 ലോക്സഭാ മണ്ഡലങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. UPയിലും ഇന്ത്യ ഹാർട്ട്ലാൻഡിലും 2019 മികച്ച വിജയം ആവർത്തിക്കാൻ BJPക്ക് സാധിക്കുകയില്ല എന്ന ഒരു കണക്ക് കൂട്ടൽ നരേന്ദ്രമോദിക്കും BJPക്കും ഉണ്ട്. പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അഭൂതപൂർവമായ ചില കാഴ്ചകൾക്ക് നാം സാക്ഷ്യം വഹിച്ചു. തമിഴ്നാട്ടിൽ നിന്നും ഒരു ചെങ്കോൽ ഡൽഹിയിലെത്തിക്കുകയും അങ്ങനെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ പ്രധാനമന്ത്രിയോട് നന്ദി കാണിക്കാൻ ഏറ്റവും കൂടുതൽ സീറ്റ് തമിഴ്നാട്ടിൽ നിന്ന് BJPക്ക് നൽകണമെന്ന് അമിത്ഷാ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയം സാധ്യതയുടെ ഒരു കലയാണ്. ആ സാധ്യതയെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ BJPയും നരേന്ദ്രമോദിയും എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് കാണാം. സൂപ്പർ പവർ ആഗ്രഹിക്കുന്ന ഏതൊരു ഭരണാധികാരിയും ഏതൊരു ഏകാധിപതിയും തങ്ങളുടെ ടെറിറ്ററിക്കപ്പുറമുള്ള തങ്ങളുടെ ആധിപത്യത്തിന് കീഴിലുള്ള സ്ഥലത്തിനപ്പുറമുള്ള മറ്റ് സ്ഥലങ്ങളും കീഴടക്കാൻ വെമ്പൽ കൊള്ളും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ പവറായി ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദിയും BJPയും അവരുടെ സ്വാധീനം തെക്കേ ഇന്ത്യയിലേക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രശാന്ത് കിഷോർ പറയുന്നത് പോലെ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ രാഹുൽ ഗാന്ധി എത്ര തവണ സന്ദർശിക്കുന്നു? നരേന്ദ്രമോദിയുടെ അടിക്കടിയുള്ള ദക്ഷിണേന്ത്യൻ സന്ദർശനത്തിൽ, തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത മേഖലയിലെ നിരന്തരമായ സന്ദർശനത്തിൽ രാഹുൽ ഗാന്ധിക്ക് പാഠമുണ്ട് എന്നാണ് പ്രശാന്ത് കിഷോറിൻ്റെ വിലയിരുത്തൽ. തമിഴ്നാട്ടിൽ ഈ ലോക്സഭ ഇലക്ഷനിലും BJPക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സീറ്റ് അടിസ്ഥാനത്തിലുള്ള നേട്ടം ഉണ്ടാകുമെന്ന് BJPയോ നരേന്ദ്രമോദിയോ കണക്കാക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ 1967 മുതൽ നീണ്ട 50 വർഷം തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ദ്രവീഡിയൻ രാഷ്ട്രീയത്തിൻ്റെ ഭൂമികയായിരുന്നു തമിഴ്നാട്. സംസ്ഥാന ഭരണം ADMKയും DMKയും മാറി മാറി ഭരിക്കുന്ന നീണ്ട 50 വർഷക്കാലത്തെ തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രം. എന്നാൽ ജയലളിതയുടെ വിയോഗത്തോടു കൂടി ADMK ശിഥിലമാവുകയുണ്ടായി. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും BJPയും ആ ഒരു ശൂന്യതയിൽ 2ാമത്തെ പാർട്ടിയായി ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്നു. അതാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി. 2026 നിയമസഭാ ഇലക്ഷനിൽ 2ാമത്തെ പാർട്ടിയായി, മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി എമേർജ് ചെയ്തു വരാൻ BJP ആഗ്രഹിക്കുന്നു. BJPയുടെ വർഗീയ വിഭജന രാഷ്ട്രീയം തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയില്ല. എങ്കിലും എവിടെയൊക്കെ വിഭജന സാധ്യതകളുണ്ടോ അത്തരം മണ്ഡലങ്ങളിൽ നേട്ടങ്ങളുണ്ടാക്കാൻ BJPക്ക് സാധിക്കും. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.